എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 4th സെമസ്റ്റർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 ആണ്. ഇത് ബികോമിനും BBAക്കും കോമൺ മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത് MSMEയെക്കുറിച്ചും അതുപോലെ തന്നെ സിക്ക് യൂണിറ്റ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഈ 3 ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായൊരു നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ് മൊഡ്യൂൾ 3. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വീഡിയോ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എഴുതി പാസ്സാവാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസേ ഈ മൊഡ്യൂളിൽ നിന്ന് വരികയുള്ളൂ. നമുക്കാദ്യം MSME എന്താണെന്ന് നോക്കാം. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. M എന്ന് പറഞ്ഞാൽ മൈക്രോ, S എന്ന് പറഞ്ഞാൽ സ്മോൾ, വീണ്ടും M മീഡിയം, E എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ്. അപ്പോൾ MSME എന്താണെന്ന് ചോദിച്ചാൽ MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ ദി ഇന്ത്യൻ എക്കണോമി. നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് MSME എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ദി എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കുന്നതും MSME ആണ്. ഇതാണ് MSME എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ MSME എന്ന് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അത് ക്ലിയർ ആയല്ലോ. ആദ്യം നമ്മൾ അതിൻ്റെ ഫുൾ ഫോം എഴുതും. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ ദി ഇന്ത്യൻ എക്കണോമി. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നതും MSME ആണ്. ഇനി നമുക്ക് മൈക്രോ എൻ്റർപ്രൈസ്, അതുപോലെ തന്നെ സ്മോൾ എൻ്റർപ്രൈസ്, മീഡിയം എൻ്റർപ്രൈസ് എന്താണെന്ന് നോക്കാം. ഇപ്പം MSME എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ആണല്ലേ. അപ്പം അതിലെ എമ്മും എസും എമ്മും എന്താണെന്ന് നോക്കാം. മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ്. ചിലപ്പോൾ മൈക്രോ യൂണിറ്റ് എന്താണെന്നായിരിക്കും കേട്ടോ ചോദിക്കുക. ഇറ്റ് ഈസ് എ യൂണിറ്റ് വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 1 crore ആൻഡ് ടേൺ ഓവർ ഈസ് അപ് ടു 5 crore. 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ 5 കോടി രൂപ വരെ ആനുവൽ ടേൺ ഓവറും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകളെയാണ് മൈക്രോ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും ഇത് മാത്രം ഓർത്താൽ മതി. 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും 5 കോടി രൂപ വരെ ടേൺ ഓവറും ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകളെ അല്ലെങ്കിൽ എൻ്റർപ്രൈസുകളെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നു. അടുത്തതാണ് സ്മോൾ എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 10 crore ആൻഡ് ടേൺ ഓവർ അപ് ടു 50 crore. 10 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി രൂപ വരെ ടേൺ ഓവറും ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർപ്രൈസസിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെ നമ്മൾ സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നു. അടുത്തതാണ് മീഡിയം എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 20 crore ആൻഡ് ടേൺ ഓവർ അപ് ടു 100 crore. 20 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും 100 കോടി രൂപ വരെ ടേൺ ഓവറും ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർപ്രൈസസിനെയാണ് മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഈ 3 യൂണിറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റർപ്രൈസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആദ്യം MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണ്. ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് MSME. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ നിർവഹിക്കുന്നതും MSME ആണ്. പിന്നീട് നമ്മൾ അതിൽ ഓരോന്നും മൈക്രോ യൂണിറ്റ് എന്താണ്, സ്മോൾ യൂണിറ്റ് എന്താണ്, മീഡിയം യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു. അടുത്തതാണ് ആൻസിലറി യൂണിറ്റ്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസിലറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ആൻഡ് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ യൂണിറ്റ്സ് അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രീസ്. അതായത് മറ്റ് യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസിനോ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ടിംഗ് സർവീസസ് ടു മെയിൻ ഇൻഡസ്ട്രീസ്.
മറ്റ് ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ മെയിൻ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകളോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സർവീസസോ കൊടുക്കുന്ന ആ ഒരു യൂണിറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു കീ വേർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടു അതർ ഇൻഡസ്ട്രീസ് ആണ്. മറ്റ് ഇൻഡസ്ട്രീസിന് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഇൻ വിച്ച് എക്സ്പോർട്ട് അറ്റ്ലീസ്റ്റ് 30% of its annual production at the end of third year of commencement of production. എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്ഷൻ ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ്റെ ഒരു 30% എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകളെയാണ് എക്സ്പോർട്ട് യൂണിറ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആരംഭിച്ചു, ആ യൂണിറ്റ് ആരംഭിച്ച് 3 വർഷമായി. ആ 3 വർഷത്തിനുള്ളിൽ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ്റെ 30% കയറ്റുമതി നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകളെയാണ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർത്തു വെക്കുക, എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് അറ്റ്ലീസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ് അത് ഓർക്കണം, 30% ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ഷൻ്റെ 30% അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം അറ്റ്ലീസ്റ്റ്. എപ്പോഴാണ്? 3rd year ഓഫ് കമൻസ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ആരംഭിച്ച് 3 വർഷമെങ്കിലും ആവുമ്പോൾ. അടുത്തതാണ് ബോഗസ് യൂണിറ്റ്. ഇറ്റ് ഈസ് എ ഫേക്ക് ഓർ നോൺ എക്സിസ്റ്റന്റ് ബിസിനസ് എൻറ്റിറ്റി. അതായത് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീനെ ആണ് ബോഗസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇല്ലീഗലായിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുകയും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി ഓപ്പൺ ചെയ്താൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് ബോഗസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇല്ലീഗലി ഫോം ചെയ്തിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള യൂണിറ്റുകളെയാണ്, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് ബോഗസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബോഗസ് ഇൻഡസ്ട്രി 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തു വെക്കേണ്ട കാര്യം ഫേക്ക് യൂണിറ്റ് ഇത്രമാത്രം എഴുതിയാൽ മതി. ബോഗസ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫേക്ക് യൂണിറ്റ്, ഇറ്റ് ഈസ് ഇല്ലീഗൽ, അതുപോലെ തന്നെ ഇറ്റ് യൂസ്ഡ് ഫോർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിനാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് SSI. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്? SSI എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ ബിസിനസ് യൂണിറ്റ്, ഓപ്പറേറ്റ്സ് ഓൺ സ്മോൾ സ്കെയിൽ ബേസിസ് വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇപ്പോൾ SSI എന്താണെന്ന് ചോദിച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അതൊരു ബിസിനസ് യൂണിറ്റ് ആണ്. സ്മോൾ സ്കെയിൽ ബേസിസിലായിരിക്കും, അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് ലോവർ അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും ലിമിറ്റഡ് ആയിരിക്കും, കുറച്ച് പേർക്ക് മാത്രമേ അവിടെ തൊഴിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള യൂണിറ്റുകളെയാണ്, ബിസിനസ് യൂണിറ്റുകളെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അഥവാ SSI എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ബിസിനസ് യൂണിറ്റ്, ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ സ്മോൾ സ്കെയിൽ ബേസിസ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ ബേസിസിലാണ്. വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റും എംപ്ലോയ്മെന്റും എല്ലാം വളരെ ലിമിറ്റഡ് ആയിരിക്കും, ലോവർ ആയിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. MSMEയുമായിട്ടോ അല്ലെങ്കിൽ SSIയുമായിട്ടോ, പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ MSME ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, അഡ്വാൻറ്റേജസ്, റോൾ എന്ന് വേണ്ട എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കോമൺ പോയിന്റ്സ് ആണ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSME, അതല്ലെങ്കിൽ വാട്ട് ആർ ദ റോൾ ഓഫ് MSME ഇൻ ദി എക്കണോമിക് ഡെവലപ്മെന്റ്. അങ്ങനെ എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ്, അത് essay കൂടെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. സെപ്പറേറ്റ് ആരും പഠിക്കേണ്ട, ഞാൻ ടെക്സ്റ്റിലെ എല്ലാ പോയിന്റ്സും വിശദമായി റെഫർ ചെയ്ത് അതിനുശേഷം ഓരോ പോയിന്റും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 100% ഉറപ്പുവരുത്താം
ഈ ഒരു കാര്യം പഠിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്റ്റഡി ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പരീക്ഷയുടെ തലേന്ന് വീഡിയോസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കോമൺ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് റെഫർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എക്സാം കഴിഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്, അവർക്ക് ഹൈലി യൂസ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ റിസൾട്ട് വരുന്ന സമയത്തും അവർ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജുറാസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ഓരോ എനർജിയും. ഇത്തരത്തിലുള്ള ഓരോ സിമ്പിൾ വീഡിയോസും നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഇറക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ലഭിക്കുക എന്നുള്ളതാണ്. എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. MSME അല്ലെങ്കിൽ SSIയുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, സിഗ്നിഫിക്കൻസ്, റോൾ, ഇമ്പോർട്ടൻസ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, ഈ കാര്യം എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 മാർക്കിനാണെങ്കിൽ പോയിന്റ് എഴുതുക, 5 മാർക്കിനാണെങ്കിൽ ഇതിലൊരു 6-7 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുക. എസ്സേ ആണെങ്കിൽ ഇതിലെ മുഴുവൻ പോയിന്റ്സും വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുക. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഓവർ ഇമ്പോർട്ടൻസ് എക്സ്പ്ലനേഷന് കൊടുക്കേണ്ട. 1, ലാർജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. MSME ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ലാർജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇത്തരത്തിലുള്ള സ്മോൾ, മീഡിയം, സ്മോൾ മീഡിയം എന്റർപ്രൈസസുകൾ ആരംഭിച്ചാൽ അവിടെ ഒരുപാട് ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലേ? അപ്പോൾ ഈ പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലൊക്കെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് അഥവാ MSME. അപ്പോൾ നമുക്കറിയാം അതൊരു അഡ്വാൻറ്റേജ് ആണ്, അതൊരു ഒബ്ജക്റ്റീവാണ്, അതൊരു ഫീച്ചറാണ്. എക്കണോമിക് ഡെവലപ്മെന്റിന് അതൊരു റോളാണ്, അല്ലേ? നമുക്കറിയാം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കൂ. ഞാൻ കോമൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ MSMEന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറഞ്ഞൂടെ? അതിൻ്റെ ഒരു സവിശേഷതയല്ലേ ഒരുപാട് പേരുകൾക്ക് തൊഴിൽ അവസരം കൊടുക്കുന്നത്? അതുപോലെ ഒബ്ജക്റ്റീവ് അല്ലേ അത്, ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി? അതുപോലെ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതുപോലെ തന്നെ അതൊരു എക്കണോമിക് ഡെവലപ്മെന്റിൽ ഒരു റോൾ അല്ലേ? കാരണം എന്താ, ഒരുപാട് ആളുകൾക്ക്, നമുക്ക് ഒരുപാട് പേർക്ക് തൊഴിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യില്ലേ? അപ്പോൾ കറക്റ്റ് പോയിന്റ് ആണ് ഇവിടെ. ഇതെല്ലാം കോമൺ ആയിട്ട് എഴുതാം. ലാർജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, സിമ്പിൾ ടെക്നോളജി, പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ സർവീസസ്, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ലെസ് റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറായിട്ട് ക്യാപിറ്റൽ വേണ്ട, ലോ ഇൻവെസ്റ്റ്മെന്റ്. ആ പറഞ്ഞത് തന്നെയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള MSME യൂണിറ്റ്സുകൾ ആരംഭിക്കാം. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ വരും. സപ്പോർട്ടഡ് ലോക്കൽ എക്കണോമി, ഫ്രീ ഫ്രം റെപ്റ്റാപ്പിസം ആൻഡ് ബ്യൂറോക്രസി, എലിജിബിൾ ഫോർ ഗവൺമെന്റ് ഗ്രാൻസ്, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പ്രൊമോട്ട് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഗുഡ്സുകളെ പ്രൊമോട്ട് ചെയ്യും. ഷോർട്ടർ ഗസ്റ്റേഷൻ പീരീഡ്, ഇത്തരത്തിലുള്ള MSMEയുടെ ഗസ്റ്റേഷൻ പീരീഡൊക്കെ വളരെ ഷോർട്ടായിരിക്കും, ലോൺ റീപേയ്മെന്റ് പീരീഡൊക്കെ. അപ്പം നമ്മൾ വലിയൊരു ടോപ്പിക്ക് പഠിച്ചെടുത്തു. എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ആ പോയിന്റ്സ് നല്ല രീതിയിൽ പഠിക്കുക. എളുപ്പമുള്ള ഒരു 10 പോയിന്റ് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് MSME ആൻഡ് SSI നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള MSMEയുടെ അല്ലെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൻ്റെയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയും ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കുറവ്. ലാക്ക് ഓഫ് ഫിനാൻസ്, പലപ്പോഴും ആവശ്യത്തിന് ഫണ്ട് ഇല്ലാത്തൊരവസ്ഥ വരിക. ലാക്ക് ഓഫ് മെഷീനറി, അതായത് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായ യന്ത്രങ്ങളുടെ അപര്യാപ്തത, ആവശ്യത്തിന് മെഷീനറി ഇല്ലാത്തൊരു അവസ്ഥ. ലാക്ക് ഓഫ് എക്യുപ്മെന്റ്, ഈ പറഞ്ഞ പോലെ തന്നെ
പ്രൊഡക്ഷൻ നടത്താൻ അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ കുറവ്. ഇപ്പം ആവശ്യത്തിന് മെഷീനറിയും എക്യുപ്മെന്റും ഒന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് കൃത്യമായി പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം യൂണിറ്റുകൾ എന്തായി പോകും? സിക്ക് യൂണിറ്റുകളാകും അല്ലേ? അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫിനാൻസും ഉണ്ടായിരുന്നു, ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. 4 പോയിന്റ് പഠിച്ചല്ലോ. എന്തൊക്കെയാണ് MSMEയുടെ പ്രോബ്ലംസ്? ഒന്ന് ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്, രണ്ടാമത്തത് ലാക്ക് ഓഫ് ഫിനാൻസ്, മൂന്നാമത്തത് ലാക്ക് ഓഫ് മെഷീനറി, നാലാമത്തത് ലാക്ക് ഓഫ് എക്യുപ്മെന്റ്, അഞ്ചാമത്തതാണ് ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്. ആവശ്യത്തിന് ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു നോളജോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിക്കാനുള്ള നോളജോ ഇല്ലാത്തതും MSMEയുടെ ഒരു പ്രോബ്ലമാണ്. അടുത്തതാണ് ലാക്ക് ഓഫ് ക്ലിയർ കട്ട് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് പോളിസി ഈ ഒരു MSME മേഖലയിലൊക്കെ കുറവാണ്. അതുപോലെ തന്നെ റൺ ഓൺ ട്രഡീഷണൽ ലൈൻ. പലപ്പോഴും പല MSMEകളും പരമ്പരാഗതമായ രീതിയിൽ മാത്രമേ നടത്തുന്നുള്ളൂ. നൂതനമായ സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് MSME പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് MSMEയുടെ ഒരു പ്രോബ്ലമാണ്. ദെൻ ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ ഇറഗുലർ ആയിട്ടുള്ള ഒരു സപ്ലൈ. പ്രോബ്ലംസ് ഓഫ് മാർക്കറ്റിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് ഇവർ പ്രൊഡക്ഷൻ നടത്തും, അവർക്ക് മാർക്കറ്റ് ഇല്ല. ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസോ മാർക്കറ്റുകളോ കണ്ടെത്താൻ അവർക്ക് സാധിക്കാത്തതും ഒരു ലിമിറ്റേഷനാണ്. പേഴ്സണൽ പ്രോബ്ലം, അതായത് ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് പ്രോബ്ലം, ആവശ്യത്തിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളെ കിട്ടാത്തതൊക്കെയാണ്. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ബോഗസ് യൂണിറ്റ്, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള, ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സുകൾ ഉണ്ട്. ഇൻഎഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ്, കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമായ മാനേജ്മെൻറ്റ് ഇല്ലാത്തതും MSMEയുടെ അല്ലെങ്കിൽ SSIയുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പ്രോബ്ലമാണ്. അടുത്തതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇതുവരെ എക്സാമിന് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. MSME ആക്ട് 2006, 2006 MSME ഡെവലപ്മെന്റ് ആക്ട്. വെറുതെ ഒന്ന് കേട്ടോളൂ, അഥവാ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാലോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ആക്ട് 2006, 2006. 2006 ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് MSMEക്ക് വേണ്ടിയിട്ടൊരു ആക്ട് കൊണ്ടുവന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് സപ്പോർട്ട് MSME ഇൻ ഇന്ത്യയിലെ MSMEകളെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ എന്താണ് MSME ഡെവലപ്മെന്റ് ആക്ട് 2006 എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഇന്ത്യയിലെ MSMEസിനെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് 2006 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് MSME ഡെവലപ്മെന്റ് ആക്ട് 2006. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് MSMED ആക്ട് 2006. ഈ 2006 MSMED ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദിസ് ആക്ട് പ്രൊവൈഡ്സ് ക്ലിയർ ഡെഫിനിഷൻ ഫോർ MSME. അതുവരെ മൈക്രോ യൂണിറ്റിനോ സ്മോൾ യൂണിറ്റിനോ മീഡിയം യൂണിറ്റിനോ ഒന്നും തന്നെ കൃത്യമായ ഒരു ഡെഫിനിഷൻ ഇല്ലായിരുന്നു. വെറുതെ പറഞ്ഞു പോവുക എന്നല്ലാതെ അതെന്താണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. എന്നാൽ 2006 MSME ഡെവലപ്മെന്റ് ആക്ടിൽ MSMEക്ക് കൃത്യമായൊരു ഡെഫിനിഷൻ കൊടുത്തു. അതുപോലെ തന്നെ ദിസ് ആക്ട് പ്രൊവൈഡ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ബോർഡ് ഫോർ MSMEക്ക് മാത്രം വേണ്ടിയിട്ടൊരു നാഷണൽ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതും ഈ ആക്ടിന്റെ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ദിസ് ആക്ട് പ്രൊവൈഡ്സ് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് MSMEയുടെ പ്രൊമോഷനും ഡെവലപ്മെന്റും ആണ് ഈ ആക്ട് ലക്ഷ്യം വെച്ച മറ്റൊന്ന്. ദിസ് ആക്ട് പ്രൊട്ടക്ട് MSME ഇൻട്രസ്റ്റ് ആൻഡ് റിസോൾവ്സ് കോൺഫ്ലിക്റ്റ്. MSMEയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ നിലനിന്നിരുന്നെങ്കിൽ അതെല്ലാം റിസോൾവ് ചെയ്യാനുമുള്ള പ്രൊട്ടക്ഷൻ ഈ ആക്ടിൽ കൊണ്ടുവന്നു. അടുത്തതാണ്, ദിസ് ആക്ട് പ്രൊവൈഡ്സ് മെക്കാനിസം ഫോർ ഡിലേഡ് പേയ്മെന്റ് ഇഷ്യൂസ്. ഈ MSMEയിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഡിലേഡ് പേയ്മെന്റ് ഇഷ്യൂസ്, അതായത് പേയ്മെന്റ് കൊടുക്കാനൊക്കെ ഡിലേ ചെയ്യുന്ന ഇഷ്യൂസിനെല്ലാം തന്നെ ഒരു പ്രത്യേക മെക്കാനിസം കൊണ്ടുവന്നു എന്നുള്ളതും ഈ ആക്ടിന്റെ പ്രത്യേകതയാണ്. അടുത്തതാണ്, ദിസ് ആക്ട് പ്രൊവൈഡ്സ് സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഫോർ MSME ഡെവലപ്മെന്റ്. MSMEയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഈ ആക്ട് കൊണ്ടുവന്നു എന്നുള്ളതും ഈ ആക്ടിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ
പഠിക്കാനാവുന്നവർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, അല്ലാത്തവർ ഈ കേട്ട ഓർമ്മ വെച്ചൊന്ന് എഴുതുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഞാൻ ഈ ഒരു ടോപ്പിക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 എസ്സേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും അതിൻ്റെ ടൈപ്സ്, ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ സ്യൂട്ടബിൾ സൈറ്റ് വിത്ത് ദ ഫെസിലിറ്റീസ് ഓഫ് വാട്ടർ, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ക്യാൻറ്റീൻ എക്സെട്ര. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഫാക്ടറികൾ, അതാണ് ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് എന്ന് പറയുന്നത്. ഏറ്റവും അനുയോജ്യമായ ഒരു ഏരിയയിൽ ഒരു കൂട്ടം ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, കൃത്യമായ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം, കൃത്യമായ ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം, അതിനടുത്ത് ബാങ്കും പോസ്റ്റ് ഓഫീസും ക്യാൻറ്റീനും ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് കണ്ടെത്തി അവിടെ കുറച്ച് ഫാക്ടറീസ്, കാരണം എന്താ, ആ ഫാക്ടറീസിനൊക്കെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് ഒരു സ്യൂട്ടബിൾ സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും ഞാൻ ഷോർട്ടായിട്ടേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ആണ്. ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്, സോഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്, ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, വർക്ക്ഷോപ്പ് ബേ ഉണ്ട്, ഫ്ലാറ്റേഡ് ഫാക്ടറി എസ്റ്റേറ്റ് ഉണ്ട്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ വിവിധ ടൈപ്സുകളാണ്. ഇനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഈ ഇൻഡസ്ട്രീസ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ക്യാൻറ്റീൻ എന്ന് വേണ്ട എല്ലാ എമർജൻസി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് അക്കമഡേഷൻ ഫെസിലിറ്റീസ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മാത്രമായിരിക്കില്ല, അക്കമഡേഷൻ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. മറ്റൊന്നാണ് ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയ, രണ്ടും സെയിം ആണ്, എന്നാലും നിങ്ങൾക്ക് 2 പോയിന്റ് ആയിട്ട് എഴുതാം. അതായത് സൊസൈറ്റിയിൽ വീക്കർ സെക്ഷനും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളും, അതുപോലെ തന്നെ റൂറൽ ഏരിയ, ഗ്രാമീണ മേഖലയുമൊക്കെ അവരുടെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണിത്. ഇനി നമുക്ക് നോക്കാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എ ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ സ്യൂട്ടബിൾ സൈറ്റ്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റിൽ ഒരു കൂട്ടം ഫാക്ടറീസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ അവൈലബിൾ ആയിരിക്കും? വാട്ടർ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ക്യാൻറ്റീൻ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? എക്കണോമീസ് ഓഫ് സ്കെയിൽ, നന്നായിട്ട് പ്രൊഡക്ഷൻ നടക്കും, ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി, ലെസ് റിസ്ക്, സേവ് ടൈം സേവ് ചെയ്യാം, സേവ് എഫേർട്ട് സേവ് ചെയ്യാം, എക്സ്റ്റേണൽ എക്കണോമീസ്, ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ്, മ്യൂച്വൽ കോഓപ്പറേഷൻ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് കിട്ടും, ടാക്സ് ബെനഫിറ്റ്സുകളുണ്ട്, സബ്സിഡീസ് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് എക്സ്പോർട്ട്, അതുപോലെ തന്നെ ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ.
ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് MSME കുറിച്ചും, രണ്ടാമതായിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിനെ കുറിച്ചും, മൂന്നാമതായിട്ട് സിക്ക് യൂണിറ്റ്സിനെ കുറിച്ചും. ഓൾറെഡി നമ്മൾ MSMEയും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സും പഠിച്ചു. നമ്മൾ അടുത്ത മൂന്നാമത്തെ മേജർ പാർട്ടിലേക്ക് പോവുകയാണ്. അതാണ് സിക്ക് യൂണിറ്റ്. സിക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിക്ക് യൂണിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ ഇതാണ്. ഇതും ഞാൻ ഓൾറെഡി എസ്എ ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. സിക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി. സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഇൻഡസ്ട്രികളെയാണ് സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് എന്തായിരിക്കും? പുവർ ആയിരിക്കും. പുവർ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ റവന്യൂ ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ലെസ് ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അതായത് ഒരു ഇൻഡസ്ട്രിയിലെ കോസ്റ്റിനേക്കാൾ കുറവാണ് റവന്യൂ എങ്കിൽ, അതായത് ചെലവിനേക്കാൾ കുറവാണ് വരുമാനമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സിക്നെസ് അല്ലെങ്കിൽ സിക്ക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സിക്ക് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കണ്ടന്റ് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന, അത് മാത്രം മതി, ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന, പുവർ പെർഫോമൻസ് കാണിക്കുന്ന, കോസ്റ്റിനേക്കാൾ കുറവ്, അതായത് ലെസ് ദാൻ, റവന്യൂ ഇസ് ലെസ് ദാൻ കോസ്റ്റ്, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ മീനിങ് എഴുതാം? സിക്ക് ഇൻഡസ്ട്രീസിന്റെ മീനിങ് എഴുതാം. ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിക്ക് ഇൻഡസ്ട്രി മീൻസ് എൻ ഇൻഡസ്ട്രി ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓൺ പുവർ പെർഫോമൻസ്, അതായത് പുവർ ആയിട്ടുള്ള മോശം പെർഫോമൻസ് കാരണമാണ് ഇത്തരത്തിലുള്ള സിക്ക് ഇൻഡസ്ട്രീസ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ റവന്യൂ ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ലെസ് ദാൻ ഇറ്റ്സ് കോസ്റ്റ്. ആ ഒരു ഇൻഡസ്ട്രിയിലെ റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്ക് കോസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ് ഒരു ഷുവർ എസ്സേ ആയിട്ട്, ഷുവർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ഒരു എസ്സേ ടോപ്പിക്കാണ്. 2 or 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ സിക്നെസിന്റെ അല്ലെങ്കിൽ സിക്ക് ഇൻഡസ്ട്രീസിന്റെ കോസസ്. എന്തുകൊണ്ടാണ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? ചിലപ്പോൾ കോസസ് എന്നതിന് പകരം റീസൺസും ചോദിക്കാട്ടോ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ ചോദിക്കാം. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നെസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺ ഫോർ ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്നൊക്കെ ചോദിക്കാം. കോസസ് മാത്രം നോക്കണ്ട. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്: ചില ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരാനുള്ള കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റോങ് ലൊക്കേഷൻ, തെറ്റായ ഒരു ലൊക്കേഷനിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ വരില്ല, സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ വരില്ല, അതുപോലെ തന്നെ അവിടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും, ആവശ്യത്തിന് വാട്ടറും ട്രാൻസ്പോർട്ടേഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താവും? അതിനൊക്കെ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അത്തരത്തിൽ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ, അത്രയും പ്രോഡക്റ്റുകൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് പൊളിയും. അപ്പോൾ റോങ് ലൊക്കേഷൻ ഒരു ഇൻഡസ്ട്രിയൽ സിക്നെസിന്റെ കാരണമാണ്. ദെൻ പുവർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആകുമ്പോൾ ആളുകൾ ആ പ്രോഡക്റ്റ് വാങ്ങൽ നിർത്തും. അപ്പോൾ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിൽ പോവും. പുവർ മാർക്കറ്റിംഗ് എഫേർട്ട് അല്ലെങ്കിൽ പുവർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷനൊക്കെ നടത്തി, പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് വീക്ക് ആണെങ്കിൽ, ആ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണ്ടേ, പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്സുകൾ വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ പുവർ ആണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് എന്ത് സംഭവിക്കും? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് സംഭവിക്കും, അസുഖം ബാധിക്കും, സിക്ക് ഉണ്ടാകും. പുവർ മാനേജ്മെന്റ്, വളരെ മോശമായിട്ടുള്ള മാനേജ്മെന്റ്, അതായത് ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തി കൃത്യമായ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടുത്തെ മാനേജ്മെന്റ് ആണ്. അത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു പുവർ പെർഫോമൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിക്ക് അസുഖം ബാധിക്കും, ഇൻഡസ്ട്രി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിലേക്ക് നീങ്ങും. ലാക്ക് ഓഫ് ഇന്നോവേഷൻ, അതായത് എത്രയൊക്കെ പറഞ്ഞാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നോവേഷൻസ്, പുതുമകൾ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. അത്തരത്തിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാതെ ട്രഡീഷണൽ ലൈനിൽ തന്നെ, ആ ഒരു പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നെസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് സ്കിൽഡ് ലേബർ, ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടാവുക എന്നതാണ്. അതില്ലെങ്കിൽ അതും ഇൻഡസ്ട്രിയൽ സിക്നെസ്സിന് കാരണമാകും. ദെൻ ലേബർ പ്രോബ്ലം, മിസ്മാനേജ്മെന്റ് ഓഫ് ഫണ്ട്, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിഫക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിന്റെ
കോസസ് അല്ലെങ്കിൽ ഇന്റേണൽ റീസൺസ് ആണ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെവി ടാക്സ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഗവൺമെന്റിന് ഉയർന്ന ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഇൻഡസ്ട്രീസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഗവൺമെന്റ് പ്രോബ്ലം. അടിക്കടിക്ക് സർക്കാരുകൾ മാറുന്നതും അടിക്കടിക്ക് ഗവൺമെന്റിന്റെ പോളിസീസ് മാറുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. സഡൻ ചേഞ്ചസ് ഇൻ ഗവൺമെന്റ് പോളിസി. അതുപോലെ കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. ഈ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ വളർന്നു വരുന്നവയായിരിക്കും. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ തന്നെയുള്ള ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലാർജ് ബിസിനസ്സുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ബിസിനസ്മാനിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ നിന്നും കോമ്പറ്റീഷൻ, മത്സരം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. റോ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ട്രേഡ് ബാരിയേഴ്സ്, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്ട്രൈക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസിന് കാരണമാണ്. ഈ ടോപ്പിക് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇനി ഇതും എസ്സേയുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു എസ്സേ. വാട്ട് ഈസ് സിക്ക് യൂണിറ്റ്, വാട്ട് ആർ ദ കോസസ് ഓഫ് സിക്ക് ഇൻഡസ്ട്രീസ് ആൻഡ് വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്. ഇൻഡസ്ട്രിയൽ സിക്നസിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. സിക്ക് ഇൻഡസ്ട്രി പോളിസി 1978, സിക്ക് ഇൻഡസ്ട്രി പോളിസി 1981, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985, ബോർഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സഹായം കിട്ടും, IDBIയിൽ ഇത്തരത്തിലുള്ള സിക്ക് ഇൻഡസ്ട്രീസിനെ നേരിടാൻ ഒരു സ്പെഷ്യൽ സെല്ലുണ്ട്, RBI പലതരത്തിലുള്ള മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, മാർജിൻ മണി സ്കീമുണ്ട്. ഇതൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസിനെ നേരിടാനുള്ള മെഷേഴ്സ് ആണ്, റെമഡിയൽ മെഷേഴ്സ് ആണ്. അടുത്തതാണ് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സീഡ് ക്യാപിറ്റൽ? സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ഫണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒന്നുമില്ലെങ്കിലും ഇനീഷ്യൽ എന്ന വാക്കുണ്ടെങ്കിൽ 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് സീഡ് ക്യാപിറ്റലിന് കിട്ടും. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫണ്ട് ഓർ ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് ബിസിനസ് ഓർ ഐഡിയ. നമ്മുടെ മൈൻഡിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് വിത്ത് ഇടുക. സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് എന്നാണ് അർത്ഥം. അതായത് ഒരു വിത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കത് മുളപ്പിച്ചെടുക്കാമെന്നുള്ള അല്ലെങ്കിൽ വളർത്തിയെടുക്കാമെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നത്, സീഡ് ക്യാപിറ്റൽ. അതായത് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇനീഷ്യൽ ഫണ്ട് കൊടുക്കുക. ഇപ്പം എനിക്കൊരു ഇൻഡസ്ട്രി തുടങ്ങണം എന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, ഒരു 1000 രൂപ ഞാൻ തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നീ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു ക്യാപിറ്റലിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ ഫണ്ട്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടില്ല, അപ്പോൾ നമുക്ക് പക്ഷേ ഐഡിയാസ് ഉണ്ട്, ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്, ഒരു സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ തരികയാണ്. അതിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പുറത്തു വെക്കുക, ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ഫണ്ട് ഓർ ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർ ഐഡിയ. അടുത്തതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഫണ്ടിങ് സൊല്യൂഷൻ യൂസ്ഡ് ടു കവർ ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ നീഡ്സ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ ഒരു ഷോർട്ട് ടേം ഫണ്ടിങ് സൊല്യൂഷനാണ്. അതൊരു ഷോർട്ട് ടേം ഫണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ നീഡ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഇനി ഈ ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെയും സോഫ്റ്റ് ക്യാപിറ്റലിൻ്റെയും ഒക്കെ ബെനഫിറ്റ്സ് ചോദിച്ചാൽ അതെന്തൊക്കെയാണ്? ആക്സസ് ടു ഫണ്ടിങ്, ബിസിനസ് എക്സ്പാൻഷൻ, ഇൻക്രീസസ് ലിക്വിഡിറ്റി, റിസ്ക് മാനേജ്മെൻറ്റ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഇന്നോവേഷൻ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഓൺട്രപ്രണോറിയൽ സപ്പോർട്ട്. ഇനി അടുത്തതാണ് സോഫ്റ്റ് ലോൺ. എന്താണ്? ഇറ്റ് ഈസ് എ ലോൺ വിത്ത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ പലിശ നിരക്കുള്ള ലോണുകളെയാണ് സോഫ്റ്റ് ലോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് ആ ലോണുകൾ റീപേയും ചെയ്യാം. അല്ലാതെ ഇന്ന മാസത്തിനുള്ളിൽ ഇത്ര പൈസ അടക്കണം എന്നുള്ള ആ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സോഫ്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലോൺ വിത്ത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. അടുത്തതാണ് മാർജിൻ മണി സ്കീം. മാർജിൻ മണി സ്കീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കീം ടു അസിസ്റ്റ് ഡിസേർവിംഗ് ഓൺട്രപ്രണേഴ്സ് ഇൻ സെറ്റിംഗ് അപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് സോഫ്റ്റ് ലോൺ. അതായത് ഡിസേർവിംഗ് ആയിട്ടുള്ള സംരംഭകർക്ക് അവർക്കൊരു
ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമിനെയാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നല്ല ഐഡിയയും ടാലൻറ്റും സ്കില്ലും ഒക്കെയുള്ള ഓൺട്രപ്രണേഴ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് അത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമിനെയാണ് മാർജിൻ മണി സ്കീം. ഓർത്തു വെക്കേണ്ടത്, മാർജിൻ മണി സ്കീം ഒരു സ്കീമാണ്. ആർക്കാണ് അത് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് ഡിസേർവിംഗ് ഓൺട്രപ്രണേഴ്സിനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ്സ് സിംഗിൾ പോയിന്റ് ഓഫ് ആക്സസ് ഫോർ വേരിയസ് സർവീസസ് ലൈക്ക് ബിസിനസ് രജിസ്ട്രേഷൻ, ലൈസൻസിങ്, അപ്രൂവൽ ആൻഡ് പെർമിറ്റ്സ്. അതായത് നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റം നിങ്ങൾക്കറിയാലോ. നിങ്ങൾ +1 അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏകജാലക സംവിധാനമാണല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ അഡ്മിഷൻ എടുക്കേണ്ടത് ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും മറ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്കൊരു ഓരോ കോളേജിലും നിങ്ങൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലേ. സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു MSME സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ പോയിന്റ് ആക്സസിലൂടെ ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോമിനെയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ബിസിനസ് രജിസ്ട്രേഷൻ നടത്താം, ബിസിനസിൻ്റെ ലൈസൻസിങ് നേടിയെടുക്കാം, അതുപോലെ തന്നെ ആവശ്യമായ അതോറിറ്റികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും അപ്രൂവലും പെർമിറ്റും നേടിയെടുക്കാം. അങ്ങനെ ബിസിനസ് രജിസ്ട്രേഷൻ നടത്താനും ലൈസൻസിങ് നേടാനും അപ്രൂവൽ വാങ്ങാനും പെർമിറ്റ് എടുക്കാനും ഒക്കെയുള്ള ആ ഒരു സിംഗിൾ പോയിന്റ് ആക്സസ് പ്ലാറ്റ്ഫോമിനെയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം. നമുക്ക് നോക്കാം എന്താണ് ഗ്രീൻ ചാനൽ സിസ്റ്റം. ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ it is a fast track or priority system for MSME to access various services like credit facilities, subsidies, registration and approval. It provides quick and efficient supports to MSME. ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഫാസ്റ്റ് ട്രാക്ക് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി സിസ്റ്റമാണ്. MSMEയുടെ സർവീസസുകളായ ക്രെഡിറ്റ് ഫെസിലിറ്റീസും സബ്സിഡറി, രജിസ്ട്രേഷൻ ഇതെല്ലാം ക്വിക്കായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും കിട്ടാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME അഥവാ CTG MSME. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME എന്ന് പറഞ്ഞാൽ ദിസ് സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ 13th August 2000. ആഗസ്റ്റ് 30, 2000. ഞാൻ ജനിച്ച ഇയർ ആണ് 2000. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ദിസ് സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ 13th August 2000. ആഗസ്റ്റ് 30, 2000 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME അഥവാ CTG MSME. ദിസ് സ്കീം ഗീവ്സ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് സ്കീം പ്രൊവൈഡ്സ് ലോൺ വിത്തൗട്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി. അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഒന്നും വാങ്ങാതെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. ദിസ് സ്കീം പ്രൊവൈഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ. ഓണ്ടർപ്രണർഷിപ്പും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് സ്കീം സപ്പോർട്ട് MSME ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി അവസാനത്തെ ടോപ്പിക്കാണ് UAM അഥവാ ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം. നമുക്ക് നോക്കാം എന്താണ് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം എന്നുള്ളത്. ഇറ്റ് ഈസ് എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ MSME ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ MSMEയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെയാണ് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം അഥവാ UAM എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്. വാട്ട് ഈസ് UAM? UAMൻ്റെ ഫുൾ ഫോം ആണ് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം. ഇറ്റ് ഈസ് എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ MSME ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ MSME രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ യുണീക്ക് 12 ഡിജിറ്റ്സ് രജിസ്ട്രേഷൻ നമ്പർ. നമ്മുടെ ആധാർ നമ്പർ പോലെ തന്നെയുള്ള ഒരു 12 അക്ക യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും ഇത്. ഇറ്റ്സ് എ പ്രൂഫ് ഫോർ രജിസ്ട്രേഷൻ. നമ്മുടെ MSME അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ യൂണിറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു പ്രൂഫാണ് ഈ ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം. ഇറ്റ് ഈസ് എ 1-page രജിസ്ട്രേഷൻ ഫോം വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റ്. ഇതൊരു 1-page രജിസ്ട്രേഷൻ ഫോമാണ്. അതിലൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ദെൻ UAM ഫയൽ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്. നമ്മുടെ ആധാർ നമ്പർ വേണം, അപ്ലിക്കൻറ്റിൻ്റെ നെയിം വേണം,
നമ്മുടെ സോഷ്യൽ കാറ്റഗറി ഉണ്ടായിരിക്കണം, ജെൻഡർ, എൻ്റർപ്രൈസിൻ്റെ നെയിം ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ്റെ ടൈപ്പ് ഉണ്ടായിരിക്കണം, പാൻ കാർഡ് നമ്പർ, പ്ലാൻ ലൊക്കേഷൻ, ഓഫീസ് അഡ്രസ്, മൊബൈൽ നമ്പർ, മൊബൈൽ ID, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് MSMEയുടെ മൊഡ്യൂൾ പഠിക്കുക. എല്ലാ ടോപ്പിക്കും നമ്മൾ വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിലപ്പുറം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഈ മൊഡ്യൂൾ പഠിച്ചാൽ ഒരു 30-ന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.